ഇപ്പോൾ നമ്മുടെ ടൈറ്റിൽ ലോഞ്ചാണ്. എല്ലാവരും വന്നതിനും എല്ലാവരുടെയും സഹകരണത്തിനും നന്ദി നന്ദി നന്ദി. കടപ്പുറ ഹായ്, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പടത്തിൻ്റെ പ്രോജക്റ്റ് താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എൻ്റർടൈൻമെൻറ്റ് ലൈക്ക് അതിൽ ത്രില്ലറുണ്ട്, മിസ്റ്ററി ഉണ്ട്, ഫണ്ണുണ്ട്. സോ ഇറ്റ്സ് എ ഫുൾ ബാഗ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഇവിടെ ഞാൻ ആക്ച്വലി ലാസ്റ്റ് റിലീസ് ചെയ്ത റോയ് ആണ്. അത് കഴിഞ്ഞിട്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു 2 സിനിമ തമിഴ് ചെയ്തിട്ടുണ്ട്. ഇതിന് പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു റിപ്പോർട്ടിങ്, ആ ഒരു ടൈപ്പ് ഓഫ് ജോണർ ഓഫ് സിനിമയാണ്. മിസ്റ്ററി ഉണ്ട് ആൻഡ് ഇതിൽ ഫൺ ഓഫ് കോഴ്സ് അജു ചേട്ടൻ്റെ സിനിമ ആയത് കാരണം അതിലെന്തായാലും ഫൺ എന്നൊരു ആസ്പെക്റ്റ് ഉണ്ടാകും. ഞാൻ പിന്നെ മഞ്ജു ചേച്ചിയുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഫീമെയിൽ കാസ്റ്റ് കുറവാണ്. ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഫൈറ്റ് അല്ലേ ചോദിച്ചേ? ഓക്കെ, താങ്ക് യു. നമ്മുടെ പടക്കുതിര ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് മൂവിയായിരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടൊരു കോമഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, ഇല്ലാതിരുന്ന ഒരു കാര്യത്തെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് കോമഡി ഞാൻ നിങ്ങൾക്കായി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു. പേര് കേൾക്കുമ്പോഴേ ഒരു യുദ്ധത്തിൻ്റെ ഒരു വാർ ഫൈറ്റ് ഒക്കെ തോന്നിക്കുന്നു. ഇതൊരു ഫൈറ്റ് തന്നെയാണ്. ഇതിൻ്റെ കഥാനായകൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഫൈറ്റ് കോമഡിയിലൂടെ ഞങ്ങൾ പറയുന്നെന്ന് മാത്രം. ലൊക്കേഷനൊക്കെ എവിടെയാണ്? ഇവിടെ തന്നെ മൂവാറ്റുപുഴ, തൊടുപുഴ, ചെന്നൈ 3 ലൊക്കേഷനിലായിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിലീസൊക്കെ എപ്പോഴാണ് ഉദ്ദേശിക്കുന്നത്? ഡിസംബർ 12 ഓക്കെ, താങ്ക് യു. തകർത്ത് വാഴ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മോന് ഭയങ്കര ഫാൻസ് കൂടി എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാ പടക്കുതിരയിലേക്ക് വരുമ്പോൾ പടക്കുതിരയിൽ അജിച്ചേണ്ട ഫ്രണ്ടായിട്ടാണ്, ചെറുപ്പം മുതലുള്ളൊരു ഫ്രണ്ടിൻ്റെ ക്യാരക്ടറാണ്. അടിപൊളിയായിരിക്കും. ഞാൻ അജിച്ചേട്ടനും ആദ്യമായിട്ടാണ് പരിപാടി ചെയ്യുന്നത്. അജിച്ചേട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള ക്യാരക്ടറാണ്. ഞാനും അജിച്ചേട്ടനും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നതും. ഫുൾ കോമഡി പരിപാടിയാണ്. അഖിലേട്ടനൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, പിന്നെ എല്ലാവരും പിന്നെ വീണ്ടും അതെ ജോമോനായിട്ട് വീണ്ടും ശേഷം അതെ ഇതിലും ആജു ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്യാരക്ടറാണ്. നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ട്, ആ ഒരു ഗ്യാങ്ങിലുള്ള ഒരാളാണ്. ത്രൂട്ടൊരു ഹ്യൂമർ പരിപാടികളാണ് ഈ പടം മൊത്തത്തിൽ പോകുന്നത്. നല്ല എൻ്റർടൈനറായിരുന്നു. അതാണ് പടത്തിൽ 2 മൈക്കാണ് എന്തോ ഉണ്ട് പറയാം. അതാണ് ഇല്ല, ഒരുപാട് സന്തോഷം.
പടക്കുതിര പേര് പറയുന്നത് ഇപ്പോൾ കോമഡി, ഇപ്പോൾ ഞാൻ കഥ കേട്ടിടത്തോളം കോമഡി മാത്രമല്ല, അതിനകത്തിൽ കോമഡി ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം കോമഡി ഉണ്ടെങ്കിൽ പോലും ഒരു നല്ലൊരു ത്രില്ലിംഗ് എലമെൻസ് കൂടെ ഉള്ളൊരു സംഭവമാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ക്യാപ്ഷൻ തന്നെ പെന്നീസ് മെറ്റർ ദാൻ സ്വേർഡ് എന്ന് പറയുന്ന പോലെ പടക്കുതിര എന്നുള്ള പേര് മാത്രമല്ല, അതിനോട് ആ ക്യാപ്ഷനോട് ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. സോ എല്ലാവരും വലിയ വിജയമാണെന്ന് വിചാരിക്കുന്നു. കാരണം കേട്ടിടത്തോളം ഇത് സംഭവം പൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലായിടത്തും താങ്ക്സ്. അതെ അതെ, ഒരുപാട് സന്തോഷം. സക്സസ് വാഴ നമ്മളിപ്പം തിയേറ്റർ ഇടയ്ക്ക് ഈ പടത്തിൻ്റെ ഷൂട്ട് ഇടയ്ക്ക് ഗ്യാപ്പുള്ളപ്പം തിയേറ്റർ വിസിറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പ്രൊമോഷൻ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ തിയേറ്ററും ഫില്ല, ഭയങ്കര ഹാപ്പിയാണ്. ആൾക്കാരെ റെസ്പോൺസൊക്കെ നേരിട്ട് കാണാൻ പറ്റും. പിന്നെ റിലീസിന് കണ്ട് നമ്മളെ പയ്യന്മാരല്ലേ മൊത്തം റിലീസിന് തന്നെ കണ്ടവരെല്ലാവരും വിളിച്ചത്. ഉറപ്പായും ആവും. മ്യൂസിക് ഡയറക്ടറാണ് ധനുഷ്. ഹായ്. എങ്ങനെയുണ്ട് പടക്കുതിരയിൽ എത്രത്തോളം പാട്ടുകൾക്ക് പ്രാധാന്യം ഉണ്ടാവും? പാട്ട് 3 പാട്ടുകളുണ്ട്. ഇതിനു മുമ്പ് ചെയ്ത് ഇതിനു മുമ്പ് എക്സിറ്റ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. വിശാഖിൻ വിശാഖ് നായർ. ഇനിയിപ്പോൾ ഇത്